നമസ്കാരം. ആധുനിക വ്യോമയുദ്ധ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചുകൊണ്ട് ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാലും നമീബ് എന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ പേലോഡും ഘടിപ്പിച്ച പൈലറ്റില്ലാ വിമാനവും ഒന്നിച്ച് നടത്തിയ സഖ്യപ്പറക്കൽ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ആഗോള പ്രതിരോധ രംഗത്തെ പ്രമുഖരായ ദസോ ഏവിയേഷനും പ്രതിരോധ സാങ്കേതികവിദ്യാ കമ്പനിയായ ഹർമാറ്റൻ AI-യും സംയുക്തമായിട്ടാണ് ഈ ചരിത്രപരമായ ദൗത്യത്തിൻ്റെ വിജയവാർത്ത പുറത്തുവിട്ടത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്വയംഭരണ സംവിധാനങ്ങളും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള കൊളാബറേറ്റീവ് കോമ്പാക്ട് അഥവാ സംയുക്ത യുദ്ധമുറകളുടെ ഭാവിയിലേക്കാണ് ഈ പരീക്ഷണം വിരൽ ചൂണ്ടുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള നാമിബിൻ്റെ ഈ വിജയം ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ശത്രുപക്ഷത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും റഡാറുകളിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ അതിവേഗത്തിൽ കണ്ടെത്താനും അവ ഏതു തരത്തിലാണെന്ന് തിരിച്ചറിയാനും അവിടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാനും ശേഷിയുള്ള സവിശേഷമായൊരു ഇലക്ട്രോണിക് വാർഫെയർ പേലോഡാണ് നാമിബ്. കോഡ്കോപ്റ്ററുകൾ പോലെയുള്ള ചെറിയ തന്ത്രപരമായ ഡ്രോണുകൾ മുതൽ ദീർഘദൂര നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ ഫിക്സഡ് വിങ് പൈലറ്റില്ലാ വിമാനങ്ങളിൽ വരെ വളരെ എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. അടുത്തിടെ നടന്ന പരീക്ഷണ പറക്കലിൽ നാമിബ് അതിൻ്റെ അസാധാരണമായ പ്രവർത്തനക്ഷമത തെളിയിക്കുകയുണ്ടായി. പറക്കലിനിടയിൽ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു റഡാർ സംവിധാനത്തെ അതീവ രഹസ്യമായി കണ്ടെത്തുകയും അതിൻ്റെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഈ റഡാറിൻ്റെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ഒപ്പമുണ്ടായിരുന്ന റഫാൽ F4 യുദ്ധവിമാനത്തിലേക്ക് തത്സമയം കൈമാറുകയും വിവരങ്ങൾ സ്വീകരിച്ച റഫാൽ വിമാനം ആ റഡാറിന് നേരെ ഒരു കൃത്രിമ ആക്രമണം വിജയകരമായി നടത്തുകയും ചെയ്തു. ഈ വർഷം ജനുവരിയിലാണ് ദസോ ഏവിയേഷനും ഹർമാറ്റൻ AI-യും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലൂടെ നാമിബിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അടുത്ത തലമുറയിലെ വ്യോമയുദ്ധ സംവിധാനങ്ങളിലേക്ക് വിപുലമായ സ്വയംഭരണ ശേഷി സമന്വയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇരു കമ്പനികളും കൈകോർത്തത്. റഫാലിൻ്റെ അത്യാധുനിക F4 നിലവാരത്തിലുള്ള ആർക്കിടെക്ചറിന് കരസേന ഉൾപ്പെടെയുള്ള വിപുലമായ പ്രതിരോധ സംവിധാനങ്ങളുമായി തടസ്സമില്ലാതെ ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്ന് ദസോ ഏവിയേഷൻ്റെ ചെയർമാനും CEO-യുമായ ഇറക് ട്രാപ്പിയർ വ്യക്തമാക്കുന്നു. അതീവ സങ്കീർണവും ചിലവേറിയതുമായ യുദ്ധവിമാനങ്ങളെയും സ്വയംഭരണാധികാരമുള്ളതും എന്നാൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടാലും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തതുമായ ചെറിയ ഡ്രോൺ സംവിധാനങ്ങളെയും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഹൈ ലോ മിക്സ് എന്ന ആധുനിക യുദ്ധതന്ത്രത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ പരീക്ഷണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി റഫാൽ വിമാനങ്ങൾ നിരന്തരം നവീകരിക്കപ്പെടുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ കൺവെൻഷണൽ ആയുധങ്ങളെക്കാൾ മികവുറ്റം നേടാൻ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഹർമാറ്റൻ AI-യുടെ സഹസ്ഥാപകനും CEO-യുമായ മുവാദ് എംഖാരി അഭിപ്രായപ്പെടുന്നു. ശത്രുവിൻ്റെ ഭീഷണികൾക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധമുറകൾ നടത്താൻ ഭാരം കുറഞ്ഞ സ്വയംഭരണ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് നാമിബിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. വ്യോമയുദ്ധ സംവിധാനങ്ങളിൽ ദസോ ഏവിയേഷനുള്ള പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും എംബഡഡ് ഇൻ്റലിജൻസിലും ഹർമാറ്റൻ AI-ക്കുള്ള വൈദഗ്ധ്യവും ഒത്തുചേരുമ്പോൾ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ് സാധ്യമായത്. സായുധ സേനകളുടെ ആവശ്യങ്ങൾക്കായി വിനാശകരമായ പുതിയ സാങ്കേതിക വിദ്യകളെ എത്ര വേഗത്തിൽ സംയോജിപ്പിക്കാൻ സാധിക്കുമെന്നും നാളെ രൂപപ്പെടാൻ പോകുന്ന സംയുക്ത വ്യോമയുദ്ധ ശൈലിയുടെ അടിത്തറ ഭാഗം ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച ഹർമാറ്റൻ AI എന്ന പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനി റോബോട്ടിക് പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലാണ്. വ്യോമ പ്രതിരോധം, ഇൻ്റലിജൻസ് നിരീക്ഷണം, ആക്രമണം, ഇലക്ട്രോണിക് വാർഫെയർ, കമാൻഡ് ആൻഡ് കൺട്രോൾ തുടങ്ങിയ മേഖലകളിൽ തത്സമയ ഓപ്പറേഷനുകൾക്ക് അനുയോജ്യമായ മിഷൻ റെഡി സംവിധാനങ്ങളെയാണ് ഇവർ വികസിപ്പിക്കുന്നത്. ശത്രുക്കളുടെ ശക്തമായ പ്രതിരോധമുള്ള യുദ്ധമേഖലയിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഇവരുടെ സംവിധാനങ്ങൾക്ക് സാധിക്കും. പരസ്പര ഏകോപനത്തോടെയും കൃത്യതയോടെയും പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടം സ്വയംഭരണ ആയുധശേഖരത്തെ വിന്യസിക്കുന്നതിലൂടെ യുദ്ധരംഗത്ത് വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ സൈന്യത്തിന് സാധിക്കും. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാന്നിധ്യമുള്ള ഹർമാറ്റൻ AI പാശ്ചാത്യ രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ആവശ്യമായ അടുത്ത തലമുറ പ്രതിരോധ ശേഷി നൽകുന്നതിൽ വലിയ പങ്കാണ് ഇതുവരെ വഹിക്കുന്നത്. ചുരുക്കത്തിൽ റാഫേലും നാമിബും ചേർന്ന് നടത്തിയ ഈ പരീക്ഷണം വരും ദിവസങ്ങളിൽ ആഗോള വ്യോമസേനകളുടെ യുദ്ധതന്ത്രങ്ങളിലും പ്രതിരോധ വിപണിയിലും വലിയ രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ല. ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും പൈലറ്റില്ലാത്ത വിമാനങ്ങൾ ഉപയോഗിച്ച് അതീവ രഹസ്യമായി കണ്ടെത്തുകയും ആ വിവരങ്ങൾ യുദ്ധവിമാനത്തിന് കൈമാറി കൃത്യമായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംവിധാനമാണിത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പക്കലുള്ള റഫാൽ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ പുതുതായി ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിമാനങ്ങൾക്കോ ഈ അത്യാധുനിക സാങ്കേതികവിദ്യ ലഭ്യമാണോ എന്നത് പ്രതിരോധ മേഖലയിൽ ഏറെ പ്രസക്തമായൊരു ചോദ്യമാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള 36 റഫാൽ വിമാനങ്ങളിൽ ഈ അത്യാധുനിക നാമിബ് സാങ്കേതികവിദ്യ നേരിട്ട് ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് പ്രധാന കാരണം നാമിബ് പേലോഡിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് റഫാലിൻ്റെ ഏറ്റവും പുതിയ F4 സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചറാണ്, അതായത് F4 മോഡലിലാണ്. ഫ്രാൻസും ഹർമാറ്റൻ AI-യും ചേർന്ന് 2026 ജനുവരിയിലാണ് ഈ പേലോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് മുൻപ് വാങ്ങിയ 36 റഫാൽ വിമാനങ്ങളും
F3R എന്ന മുൻ തലമുറ സ്റ്റാൻഡേർഡിലുള്ളവയാണ്, അതായത് മുൻ വേരിയൻറ്റിലുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ തനതായ ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിച്ചിട്ടുണ്ടെങ്കിലും ഡ്രോണുകളുമായി ചേർന്ന് തത്സമയം സംയുക്ത യുദ്ധമുറകൾ നയിക്കാനുള്ള F4 സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ നിലവിലെ ഇന്ത്യൻ റഫാലുകളിൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമല്ല. തന്മൂലം ഈ സാങ്കേതികവിദ്യയെ ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് തൽക്കാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഭാവിയിൽ ഈ സാങ്കേതികവിദ്യ ഇന്ത്യയിലെ നിലവിലുള്ള റഫാലുകളിലേക്കും എത്തിക്കാൻ സാധിക്കും. കാരണം ദസോ ഏവിയേഷൻ വികസിപ്പിച്ച റഫാൽ വിമാനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അവിടെ മോഡുലാർ ഘടനയാണ്. അതായത് വിമാനത്തിൻ്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ മാറ്റം വരുത്താതെ തന്നെ സോഫ്റ്റ്വെയറുകളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുതിയ പതിപ്പുകളിലേക്ക് മാറ്റാൻ ഇതിൽ സാധിക്കും. ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പക്കലുള്ള F3R വിമാനങ്ങളെ F4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് നവീകരിക്കാൻ തീരുമാനിച്ചാൽ നാമി പോലെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ ഡ്രോൺ പേലോഡുകൾ ഇന്ത്യയിലെ വിമാനങ്ങളിലേക്കും തടസ്സമില്ലാതെ സംയോജിപ്പിക്കാൻ സാധിക്കും. അതേസമയം ഇന്ത്യ പുതുതായി ഓർഡർ ചെയ്യാൻ പദ്ധതിയിടുന്ന യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഈ സാങ്കേതികവിദ്യ ലഭ്യമാകാൻ വളരെ ശക്തമായ സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സ്ക്വാഡ്രൺ കുറവ് പരിഹരിക്കുന്നതായി 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള വിപുലമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ആഗോള ടെൻഡറിലേക്ക് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ വാഗ്ദാനം ചെയ്യുന്നത് അവരുടെ ഏറ്റവും അത്യാധുനിക റഫാൽ F4 പതിപ്പുകളാണ്. ഇതേ F4 വിമാനങ്ങളാണ് ഇപ്പോൾ നാമി പേലോഡ് വിജയകരമായി പരീക്ഷിച്ച് തെളിയിച്ചത്. ഇതിനു പുറമെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി 26 റഫാൽ M, അതായത് റഫാൽ മറൈൻ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറും ഔദ്യോഗിക ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യ പുതുതായി വാങ്ങുന്ന വിമാനങ്ങൾ സ്വാഭാവികമായും ഏറ്റവും പുതിയ F4 സ്റ്റാൻഡേർഡിൽ ഉള്ളവയായിരിക്കും. അതിനാൽ നാവി പേലോഡ് സാങ്കേതികവിദ്യയും അതിനോടൊപ്പമുള്ള ഡ്രോൺ അധിഷ്ഠിത യുദ്ധ സംവിധാനങ്ങളും ഇന്ത്യക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെയും ചെലവ് കുറഞ്ഞ സ്വയംഭരണാധികാരമുള്ള ഡ്രോണുകളെയും ഒന്നിച്ച് ഉപയോഗിക്കുന്ന ഈ ഹൈ-ലോ മിക്സ് യുദ്ധതന്ത്രം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ലഭ്യമായാൽ അത് അതിർത്തികളിലെ വ്യോമസുരക്ഷയിൽ വലിയൊരു കുതിച്ചുചാട്ടമായി സമ്മാനിക്കുക. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ റഡാറുകളെയും മിസൈൽ കേന്ദ്രങ്ങളെയും ഇന്ത്യൻ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതീവ രഹസ്യമായി ഡ്രോണുകൾ വഴി കണ്ടെത്താനും റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാനും ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ നിലവിലെ ഇന്ത്യൻ റഫേലുകളിൽ ഈ സംവിധാനം ഇല്ലെങ്കിലും ഇന്ത്യ പുതുതായി വാങ്ങുന്ന വിമാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിലവിലുള്ളവയുടെ അപ്ഗ്രേഡേഷനിലൂടെയോ ഈ അത്യാധുനിക വിപ്ലവകരമായ ഇലക്ട്രോണിക് യുദ്ധമുറ ഇന്ത്യയുടെ പ്രതിരോധ വ്യൂഹത്തിൻ്റെ ഭാഗമാകാൻ എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു. ഇവിടെ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.